ഇന്നത്തെ ഏറ്റവും പുതിയ വർഷങ്ങൾക്ക് ശേഷം ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ റിപ്പോർട്ടിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ കൃത്യം 16 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ട വർഷങ്ങൾക്ക് ശേഷം ഇന്നത്തോടെ 75 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുകയാണ്. ഒപ്പം കേരള ബോക്സ് ഓഫീസിൽ 33 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഗ്രോസ് കളക്ഷനും എത്തുകയാണ്. ഇതോടെ വർഷങ്ങൾക്ക് ശേഷം മറികടന്ന വിവിധ സിനിമകളുടെ റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ വർഷം ഒരുപാട് മലയാളം സിനിമകളാണല്ലോ കോടികൾ വാരിയത്. ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമകളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം നേരത്തെ 5ാം സ്ഥാനത്തുണ്ടായിരുന്നത് മമ്മൂട്ടി ചിത്രം പ്രമയുഗമായിരുന്നു. ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷനായ 58 കോടി വർഷങ്ങൾക്ക് ശേഷം മറികടന്നതോടെയാണ് 5ാം സ്ഥാനത്തിലേക്ക് നിലവിൽ വർഷങ്ങൾക്ക് ശേഷം എത്തപ്പെട്ടിരിക്കുന്നത്. ഇനി കേരള ബോക്സ് ഓഫീസിൽ വർഷങ്ങൾക്ക് ശേഷം നേടിയെടുത്ത ഏറ്റവും പുതിയ നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഹൃദയം എന്ന സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ മറികടന്ന വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ ദുൽഖറിന്റെ കുറിപ്പ് എന്ന സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. 32 കോടി കളക്ഷൻ ആയിരുന്നു 2021 തിയേറ്ററുകളിലേക്ക് എത്തിയ ദുൽഖർ സിനിമ കേരളത്തിൽ നേടിയെടുത്തത്. ദുൽഖറിന്റെ കേരള കരിയർ ബെസ്റ്റ് കൂടിയാണ് കുറിപ്പ് എന്ന സിനിമ നേടിയെടുത്തത്. 33 കോടിയിലേക്ക് ഇന്നത്തോടെ വർഷങ്ങൾക്ക് ശേഷം എത്തുന്നതോടെ ആ കളക്ഷനും മറികടന്നിരിക്കുകയാണ്. സിനിമയുടെ മറ്റൊരു നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് താരനിരയുള്ള സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. അതിൽ പ്രണവ്, ധ്യാൻ, വിനീത്, ഒപ്പം തന്നെ ബേസൽ ജോസഫ് തുടങ്ങിയവരുടെ എല്ലാം തന്നെ കരിയർ ബെസ്റ്റ് കളക്ഷൻ മറികടന്ന സിനിമ ഇപ്പോഴത്തെ നിവിൻ പോളി നായകനെത്തിയ സിനിമകളിൽ നിവിൻ പോളിയുടെ കരിയർ ബെസ്റ്റ് കളക്ഷൻ എന്ന് പറയാവുന്ന പ്രേമം ഫൈനൽ കളക്ഷനും മറികടന്നിരിക്കുകയാണ്. 74 കോടിയായിരുന്നു പ്രേമത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. ആ കളക്ഷൻ ഇന്നത്തോടെയാണ് വർഷങ്ങൾക്ക് ശേഷം മറികടക്കുന്നത്. അങ്ങനെ സിനിമയിൽ അഭിനയിച്ച ഭൂരിഭാഗം പേരുടെയും കരിയർ ബെസ്റ്റ് കളക്ഷൻ മറികടന്ന സിനിമ ഒരാളുടെ കരിയർ ബെസ്റ്റ് കളക്ഷൻ ഇനിയും മറികടന്നിട്ടില്ല. അത് മറികടക്കാൻ 50-50 സാധ്യത മാത്രമേ ഉള്ളൂ. സിനിമയിൽ വളരെ കുറച്ച് മിനിറ്റ് റോളിലെത്തിയ നീരജ് മാധവ് അഭിനയിച്ച സിനിമകൾ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമ RDX ആണല്ലോ. 84 കോടി 50 ലക്ഷമായിരുന്നു സിനിമയുടെ ഫൈനൽ കളക്ഷൻ. ആ കളക്ഷനിലേക്ക് കൂടി വർഷങ്ങൾക്ക് ശേഷം ഫൈനലായിട്ട് എത്തപ്പെടുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിച്ച എല്ലാ പ്രധാന നടന്മാരുടെയും കരിയർ ബെസ്റ്റ് കളക്ഷൻ മറികടക്കുന്ന സിനിമ കൂടിയായിട്ട് വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷം മാറും. കാത്തിരിക്കൂ, കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കേട്ട്.